ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഞാനും അമ്മയും കുട്ടനും അഞ്ചും കുട്ടികളും കൂടെ ഒരു പിറന്നാളാഘോഷത്തിന് പോവുകയാണ്. ഇപ്പോൾ പിറന്നാളാഘോഷം എവിടെയെന്ന് വെച്ചാൽ കൊണ്ടോട്ടി ഐക്കരപ്പടിയുള്ള ഗസാന റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ. ആരതാന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളെന്ന് പറഞ്ഞാൽ ചിഞ്ചുവിൻ്റെ മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ. ചിഞ്ചുവിൻ്റെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ മുൻപ് ചാനലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഇതാ ലച്ചുമോള് യാത്ര ചെയ്തിട്ട് എത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഭയങ്കര ക്ഷീണിച്ച് ഛർദ്ദിച്ചൊക്കെ ആവശ്യമായി ആകെ തളർന്നു പോയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ബൈക്കുമ്പോൾ പോകാനേ ഇഷ്ടമുള്ളൂ. അപ്പോൾ കേക്കൊക്കെ ഇതാ നല്ല അടിപൊളി 2 കേക്കൊക്കെ ഇതാ സ്റ്റേജിലൂടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പരിപാടിയാക്കിയത് എന്തെന്ന് വെച്ചാൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ എല്ലായിടത്തും കല്യാണവും വീട്ടിൽ കൂടലൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം പരിപാടിയാക്കിയത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുന്നവരുണ്ട്. പിന്നെ ചിഞ്ചുവിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഏട്ടനും വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ചെറിയമ്മയും ചെറിയച്ഛനും ബ്രദറും ഇവിടെ ഉണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളുണ്ട്. പിന്നെ ചിഞ്ചുവിൻ്റെ ഹസ്ബൻഡ് പ്രജീഷും പിന്നെ പ്രജീഷിൻ്റെ വീട്ടുകാരും, അതായത് കുടുംബങ്ങളെല്ലാവരും കൂടി പർപ്പിൾ കളറിലെ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. മക്കളും ചെറിയ മക്കളൊക്കെ എല്ലാവരും പർപ്പിൾ കളറിലെ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ മോളെ പേര് ഇവാ തൻവി എന്നാണ് കേട്ടോ. അപ്പോൾ തനു എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇവാ തൻവീൻ്റെ ഉടുപ്പ് കണ്ടോ, ഒരു സിൻഡ്രല്ല ഉടുപ്പാണ് കേട്ടോ. അത് ഇങ്ങനെ ഇട്ടിട്ട് അവൾക്ക് ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവളിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കരയുന്നുണ്ട്, ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ഇവർ മാറി മാറി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരാനുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ദാ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ വലിയ കേക്ക് ആദ്യം മുറിച്ചു കേട്ടോ. അതിൽ നിന്ന് ഓരോ കഷ്ണം എടുത്ത് എല്ലാവരും അവിടെ കുടുംബങ്ങളെല്ലാവരും കൂടി കേക്കിൻ്റെ കഷ്ണം കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ കേക്ക് മുറിച്ചു കേട്ടോ. അപ്പോൾ പ്രജീഷിന് ആരാ ഉള്ളതെന്ന് വെച്ചാൽ അച്ഛനില്ല, അമ്മയുണ്ട്. പിന്നെ ഒരു ഏട്ടനും അനിയനാണ് കേട്ടോ. 3 ആൺപിള്ളേരും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. എല്ലാവരും മാരീഡാണ് കേട്ടോ. അപ്പോൾ അവർ ഇതാ ഏട്ടനും ഏട്ടത്തിയമ്മയും അവരെ മക്കളും, ഏട്ടനും 3 മക്കൾ അവരെ മക്കളും, പിന്നെ അനിയനും ഭാര്യയും, പിന്നെ അമ്മ ഉണ്ട്, പിന്നെ അമ്മേൻ്റെ ബന്ധുക്കളുണ്ട്, അവരെ അച്ഛൻ്റെ ബന്ധുക്കളുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇതാ കേക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ചിഞ്ചുവിൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരിതാ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുപാട് തവണ ഫോട്ടോ എടുക്കാൻ വിളിച്ചു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും മടിയാണ്. പിന്നെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ മിഠായി വിതരണമാണ് കേട്ടോ. തനിമോളെ ഫോട്ടോ വെച്ചിട്ടുള്ള മിഠായിയാണ് കേട്ടോ. അപ്പോൾ മിഠായി ഇതാ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിഠായിയൊക്കെ കൊടുക്കുന്നതിടയിൽ എൻ്റെ മിഠായി വാങ്ങിയിട്ട് എനിക്ക് കിട്ടിയ മിഠായി ലച്ചുമോൾ എന്നെ തിരിച്ച് വാങ്ങി കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ടുള്ള മിഠായി കണ്ടപ്പോഴേ അവൾക്ക് ഭയങ്കര സന്തോഷം, നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ എൻ്റെ മിഠായി കണ്ടോ, അത് ലച്ചുമോൾ ഇതാ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിഠായി വിതരണം കഴിഞ്ഞു, കേക്ക് വിതരണം കഴിഞ്ഞു. പിന്നെ ഇതാ തനിമോൾക്ക് എല്ലാവരും കൂടെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് നിന്നിട്ട് അങ്ങനെ ഇതാ ലച്ചുമോളും അമ്മയും കൂടി ഗിഫ്റ്റ് കൊടുത്തുട്ടോ. പിന്നെ കൊടുത്തത് ഞാനാണ് കേട്ടോ. അപ്പം നിന്നിട്ടൊരു വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും വാങ്ങിയത് ഡ്രസ്സാണ്, അമ്മയും അഞ്ചും വാങ്ങിയതൊക്കെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഡ്രസ്സ് തന്നെയാണ് അധികം ഗിഫ്റ്റായിട്ട് കിട്ടിയത് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഹാപ്പി ബർത്ത്ഡേൻ്റെ പിക്ചറുള്ള ബലൂണുകൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. അത് അല്ലിക്കുട്ടൻ്റെ കയ്യിലും ബാലക്കുട്ടൻ്റെ കയ്യിലും ലച്ചുമോളെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു. അവസാനം ഇതാ ചിഞ്ചുവിൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും കൊടുത്ത ഗിഫ്റ്റ് കണ്ടോ, ഒരു വണ്ടിയാണ് കേട്ടോ കൊടുത്തത്, ഒരു ജീപ്പ്.
ഒരു ജിപ്സി ജീപ്പാണ് കേട്ടോ തനുമോൾക്ക് സമ്മാനമായിട്ട് കൊടുത്തത്. അപ്പോഴേക്കും തനുമോൾ അവളെ സിൻഡ്രല്ല ഉടുപ്പൊക്കെ ഊരിയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ചൂട് കൊണ്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഉടുപ്പൊക്കെ ഊരിയിട്ട് കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ കണ്ടോ ജിപ്സി ജീപ്പിലിരിക്കണുണ്ടോ, ഡ്രസ്സൊന്നും ഇല്ലാതെ ഇരിക്കണത്. അവൾ അതിലിരുത്തിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. അവൾ ഭയങ്കര കൗതുകത്തോടു കൂടി അത്ഭുതത്തോടു കൂടിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. ഇതാ പിന്നെ ഏട്ടൻ്റെ മക്കൾ കണ്ടോ 3 പേര്, അതായത് തനുമോളെ ഏട്ടന്മാർ 3 ഇതാ അവളെ ചുറ്റും തന്നെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനും മുകളിലത്തെ നിലയിലേക്ക് കയറി കേട്ടോ. അവിടെയാണ് ഭക്ഷണ പാർട്ടി ഒരുക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അപ്പം പൊറോട്ട കുറുമ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബിരിയാണി കണ്ടാൽ പിന്നെ നമ്മൾ അതല്ലേ കഴിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ മാമിയും മക്കളും ഉണ്ട് കേട്ടോ, അശ്വിനും അമ്മയൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ കുറേ മിഠായി കഴിച്ചു, പിന്നെ കേക്ക് കഴിച്ചു. പിന്നെ വൈകിട്ടൊരു 5:30 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. പോന്നപ്പോൾ ലച്ചുമോളെ കയ്യിലും മല്ലിക്കുട്ടൻ്റെ കയ്യിലും ബാലുട്ടൻ്റെ കയ്യിലൊക്കെ കണ്ടോ ബർത്ത്ഡേ ബലൂൺ കണ്ടോ. അത് കയ്യിലെടുത്തിട്ടാട്ടോ അവർ പോകുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടി കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിൽ പോകണം എന്നൊക്കെ കരുതിയതായിരുന്നു കേട്ടോ. പക്ഷേ സമയം ഒത്തിരി വൈകിയത് കൊണ്ട് 5:30 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബീച്ചിൽ പോയാൽ ഒരുപാട് സമയം പിടിക്കും, വീട്ടിലെത്താനൊക്കെ ഒരുപാട് വൈകുന്നു കരുതിയപ്പോൾ പിന്നെ ഞങ്ങൾ ബീച്ചിലേക്കൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് തന്നെ അവിടെ ചെറിയ ഒരു പുൽത്തകിരി ഉണ്ട് കേട്ടോ, ഗസാന റെസ്റ്റോറൻറ്റിൻ്റെ പേരൊക്കെ എഴുതി. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ ശനിയാഴ്ചയിലെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തിരക്കില്ലാത്തവർ എൻ്റെ തനുമോൾക്ക് ബർത്ത്ഡേ വിഷസ് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.